ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വന്നേക്കാവുന്ന ഒരു ഡൗട്ടാണ് ഷുഗർ ക്രേവിങ്സ്. എങ്ങനെ ഷുഗർ ക്രേവിങ്സ് അവോയ്ഡ് ചെയ്യുക, മീൻസ് ഹൗ ടു ഓവർകം ഷുഗർ ക്രേവിങ്സ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വലിയൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഷുഗർ ക്രേവിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ ക്രേവിങ്സ് കോമൺ ആണ്, അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡയറ്റ് എടുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ഷുഗർ ക്രേവിങ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചിലവർക്ക് അതിന്റെ ടോളറൻസ് ലെവൽ കുറവായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മധുരമുള്ള സാധനം കഴിക്കണം എന്ന് തോന്നുന്നു. അപ്പം ഞാൻ തന്നെ വിചാരിക്കുക എനിക്ക് മധുരം വേണ്ട, എനിക്ക് ഡയറ്റ് ഫോക്കസ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് മധുരം വേണ്ട എന്ന് ഓരോരുത്തരുടെ മൈൻഡിന്റെ ടോളറൻസ് ലെവൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ ഒരു ലെവൽ അനുസരിച്ചിരിക്കും. അതേസമയം ചിലവർക്ക് സ്മെല്ല് പോയാലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ കണ്ടാലോ, ഒരു സിനിമ കണ്ടാലോ, അല്ലെങ്കിൽ മേ ബി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങ് തിന്നണം എന്നൊക്കെ തോന്നും. അത് കൺട്രോൾ ചെയ്യാനും പറ്റില്ല, പോയി കഴിക്കും, ഡയറ്റ് പൊട്ടും. അത്രയും നാളും ചെയ്ത് എഫേർട്ട് പോകും. നമ്മൾ വിചാരിച്ച് നമ്മളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് അടിച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഷുഗർ ക്രേവിങ്സ് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എനർജി. എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിക്കാൻ കഴിച്ചില്ല. അപ്പോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജി ലോ ആവും. നമ്മൾ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് കഴിച്ചാൽ നമുക്ക്, അല്ലെങ്കിൽ ഫുഡ് കിട്ടിയാൽ നമുക്ക് നമ്മുടെ ബോഡി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി വേണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് എനർജി കുറയും. അപ്പോൾ ബോഡി വാണ്ട്സ് ഷുഗർ. അങ്ങനെ ഒരു സിംറ്റം നമുക്ക് ഉള്ളിൽ തോന്നിക്കും. അങ്ങനെ നമ്മൾക്ക് ഷുഗർ ക്രേവിങ്സ് വരും. പിന്നെ വേറൊരു കുറച്ച് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്കില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തറിയുന്ന ആർക്കെങ്കിലും ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉണ്ടാവും. ഈ വിഷമം വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നവർ. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാ അത് ഫുഡ് കഴിച്ച് തീർക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഫുഡിന്റെ അളവ് നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ TV കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരാൾ ഐസ്ക്രീം കഴിക്കുന്നു, അപ്പൊ ഉള്ളിലൊരു ആഗ്രഹം തോന്നും. അല്ലെങ്കിൽ ചിലവർ TV കണ്ടോണ്ട് സ്നാക്സ് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു ദിവസം ഇതുപോലെ ഒരു തീരുമാനം എടുത്ത് ഡയറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും TV കാണുമ്പോഴോ വേണ്ട, വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു ടൈം ആവുമ്പോൾ, സ്നാക്കൊക്കെ കഴിക്കുന്ന ടൈം ആവുമ്പോൾ അവർക്ക് ഉള്ളിലൊരു ടെൻഡൻസി വരും കഴിക്കണം. അങ്ങനെയും ഷുഗർ ക്രേവിങ്സ് വന്നിട്ട് ഡയറ്റ് പൊട്ടും. 7 to 8 hours സ്ലീപ്പ് മസ്റ്റാണ്. 7 മണിക്കൂർ, മിനിമം 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ട് നിങ്ങൾ എഴുന്നേക്കാവുള്ളൂ. അത് ജിമ്മിൽ പോകുമ്പോൾ, അത് നിങ്ങളുടെ ഡയറ്റ് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് വരും. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസും കൊണ്ട് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. ഇത് ഫസ്റ്റ് ഇതിന് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡയറ്റ് എടുക്കുമ്പം നിങ്ങളുടെ ഡയറ്റിൽ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ ഡയറ്റിൽ, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പം ആവശ്യമില്ലാത്ത സാധനങ്ങളെയൊക്കെ പുറത്താക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. ഇത്രയും നാളും നിങ്ങൾ വന്ന റുട്ടീനല്ല പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ. പിന്നീട് നിങ്ങളൊരു ഹെൽത്തി വേയിലാണ് പോകുന്നത്. അപ്പം ബോഡിക്ക് അത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഈ ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ആയിരിക്കണം. ഒരു ദിവസം 2 to 3 ലിറ്റർ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. ഡയറ്റ് എടുക്കുന്ന ആളാണെങ്കിലും ഡയറ്റ് എടുക്കാത്ത ആളാണെങ്കിലും നമ്മൾ ഒരു ദിവസം 2 ലിറ്റർ to 3 ലിറ്റർ വരെ കുടിക്കണം. പിന്നെ കഴിക്കുന്ന ഫുഡ് ഓൺ ടൈമിന് കഴിക്കണം. ഇപ്പോൾ രാവിലത്തെ ഫുഡ് ബ്രഞ്ചായിട്ട് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ കഴിക്കുന്ന കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് കഴിക്കണം, സമയത്തിന്. ഇനിയിപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ചിക്കൻ, എഗ്ഗ്, പിന്നെ ഗ്രീക്ക് യോഗർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേവേർഡ് ആയിട്ടുള്ളതല്ല, അൺഫ്ലേവേർഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ യൂസ് ചെയ്തിരുന്നത് മിൽക്കി മിസ്റ്റിന്റെ ആയിരുന്നു. അത് ചെറിയ ബോട്ടിലിൽ കിട്ടും, വലിയ ബോട്ടിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ചെറുതായിരുന്നു വാങ്ങിക്കുന്നത്. എനിക്കിവിടെ ചെറുത് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ മിൽക്കി മിസ്റ്റിനാണ് വാങ്ങിച്ചത്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പറവലാൻ്റെ ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ പരിപ്പ്, കടല അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, പക്ഷെ അതൊക്കെ ഇത്ര ക്വാണ്ടിറ്റി കഴിച്ചാലേ ഇത്രയും പ്രോട്ടീൻ കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഡയറ്റ് നോക്കിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ത്രൂവും പിന്നെ കുറച്ച് റെഫറൻസും എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കൂടുതലും എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാണ് ഗുരുവിനൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പം അങ്ങനെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കറക്റ്റ് ആണോ എന്നൊക്കെ റെഫറൻസ് നോക്കിയപ്പോൾ സെയിം ആണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. അതും കൂടെ നോക്കിയിട്ട്
എനിക്ക് 100% ഉറപ്പുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം, റിസൾട്ട് ഉണ്ടാവും. പിന്നെ ചില സമയങ്ങളിൽ ബോഡി നമ്മളൊന്ന് പറ്റിക്കും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ക്രേവിങ്സ് ആണ്, പക്ഷെ ആക്ച്വലി ഇത് ക്രേവിങ്സ് ആയിരിക്കില്ല. ചിലപ്പോൾ അത് ദാഹമായിരിക്കും. വെള്ളം കുടിക്കാനുള്ളൊരു ടെൻഡൻസി ആയിട്ട് നമുക്ക് തോന്നുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് വിശക്കുന്നു, മധുരം കഴിക്കണം, അല്ലെങ്കിൽ ക്രേവിങ്സ് ആവുന്നു എന്നുള്ള സാധനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ക്രേവിങ്സ് തോന്നാന്ന് വിചാരിക്കും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ സാധനം മാറിയിട്ടുണ്ടെങ്കിൽ അത് വിശപ്പല്ല, അത് ദാഹം. അപ്പോൾ ചില സമയത്ത് നമ്മളെ ബോഡി അങ്ങനെ പറ്റിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. വെറുതെ മധുരം കഴിക്കണം. ചിലവർ പറയുന്ന കേൾക്കാൻ ഡയറ്റ് എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുമ്പോൾ പിന്നെ വിശപ്പ് തോന്നും. ചിലവർക്കുണ്ടല്ലോ ഇത്ര പോർഷൻസ് കഴിച്ചാലേ വിശപ്പ് മാറും എന്നുള്ളൊരു ഒരു ഇതുള്ളവരുണ്ട്, അങ്ങനെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡയറ്റ് എടുക്കുമ്പോൾ ഞാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കഴിക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കുക. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. നിങ്ങൾക്ക് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും വയറ് നിറയുന്ന രീതിയിൽ വെള്ളം കുടിക്കരുത്. കുറച്ച് വെള്ളം കുടിക്കുക, കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. അപ്പോൾ ഈ ബാക്കി കിടക്കുന്ന സ്പേസ് അങ്ങ് ഫില്ലാവും. പിന്നെ നിങ്ങൾക്കൊന്നും കഴിക്കാൻ തോന്നില്ല. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി. അത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഇതൊക്കെ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലല്ല, ഇത് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇതിൽ ഫുഡ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മോർണിംഗ് കഴിക്കും, ലഞ്ചായിട്ട് കഴിക്കും, പിന്നെന്താ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബജ്ജിയും പരിപ്പോടിയൊന്നുമല്ല, അല്ലാതെ ഞാൻ ഓപ്ഷൻസ് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഇന്ന അളവിൽ കഴിക്കണം എന്ന് ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു ഗ്രീൻ ടീ പോലത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര മീലായി? 3 മീലായില്ലേ? 4ാമത്തെ മീൽ ഡിന്നർ. 4 മീൽസ് ആണ് നോർമലി കഴിക്കുന്നത്. ഒരു മീലോട് ഇൻക്ലൂഡ് ചെയ്യും മിഡ് മീൽ. രാവിലെ കഴിച്ചിട്ട്, ഇപ്പോൾ രാവിലെ നിങ്ങളൊരു 10 മണിക്ക് കഴിച്ചെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 9 മണിക്ക് കഴിച്ചെന്ന് വിചാരിക്കും. നിങ്ങളൊരു 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് മിഡ് മീൽ എടുക്കാം. എന്നിട്ട് 1 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സ്നാക്ക് പോലത്തെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു 8 മണിക്ക് മുന്നേ നിങ്ങളുടെ ലഞ്ച് കഴിച്ചിട്ട് അന്നത്തെ ദിവസത്തെ ഡയറ്റ് ക്ലോസ് ചെയ്യാം. ഈ മിഡ് മീലിൽ എല്ലാം ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് മാത്രമേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഡയറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത കാര്യമാണ് പറയുന്നത്. പഠിക്കുന്ന പിള്ളേർ കാണും, കോളേജിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ കാണും, പിന്നെ ജോലിയുള്ളവരാണെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഓപ്ഷൻസ് പറഞ്ഞിരുന്നത്. ഞാൻ ഭയങ്കര ചില സമയത്ത് നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ അത്യാവശ്യം കയ്യിൽ നിന്ന് പൈസ പൊട്ടും. അപ്പോൾ മാക്സിമം അത് കുറച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യാമെന്നായിരിക്കും. ചിലവർ ഷുഗർ കട്ട് എടുക്കും. ഷുഗർ കട്ട് എടുക്കുവാണെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് എടുക്കരുത്. നിങ്ങളിപ്പോൾ ഒരു ചായയോ കാപ്പിയോ ഏതെങ്കിലിനകത്തും നിങ്ങൾ ഫേവറേറ്റ് ആകുന്ന നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ നിങ്ങൾ കഴിക്കുന്നതെന്ന് വിചാരിക്കും. അത് നിങ്ങൾ പതിയെ ഒന്നാക്കുക. അത് പിന്നെ കുറച്ച് കഴിച്ച് അരയാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ അരയും വേണ്ട, അരയൊക്കെ ആകുമ്പോൾ തന്നെ മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അഡ്ജസ്റ്റഡ് ആവും, ആ ഒരു ടേസ്റ്റിനോട് അഡ്ജസ്റ്റഡ് ആയിട്ട് പിന്നീട് കുറച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അല്ലാതെ ഒറ്റ സമയത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് തലവേദന എടുക്കും, ചിലർക്ക് ഭയങ്കര ഡൗൺ ആവുന്ന പോലെ തോന്നും, എനർജി ലെവൽ കുറയുന്ന പോലെ തോന്നും. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യരുത്. ഓക്കെ. അപ്പം മിഡ് മീൽസ് ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ഫ്രൂട്ട്സ് ആണ്. മിഡ് മീൽസ് ആയിട്ട് കഴിക്കാൻ പറ്റിയ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് റോബസ്റ്റ പഴമില്ലേ, പച്ച കളർ ഇരിക്കുന്നത്. അപ്പം ആ പഴം എന്തോ കിലോയ്ക്ക് ഇത്ര രൂപ കണ്ടേ ഉള്ളൂ, 60 രൂപ താഴെ ഉള്ളൂ. അതാകുമ്പോൾ എല്ലാവർക്കും ഉപയോഗം ഉണ്ടാവും. മിഡ് മീലായിട്ട് ഒരു റോബസ്റ്റ പഴം കഴിച്ചാൽ മതി. അപ്പോൾ ആ റോബസ്റ്റ ഒരെണ്ണം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം ഫില്ലായ പോലെ തോന്നും. ഫില്ലായാലേ കുറച്ച് വെള്ളം കുടിക്കുക. പിന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ആപ്പിൾ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റോബസ്റ്റ ആണെങ്കിൽ നാളെ ആപ്പിൾ എടുക്കാം. അങ്ങനെ ഒരേ ആപ്പിൾ കഴിക്കാം. പിന്നെ വാട്ടർമെലൺ, തണ്ണിമത്തങ്ങ കഴിക്കാം. തണ്ണിമത്തങ്ങ ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഓൾറെഡി അത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് വാട്ടർ കണ്ടന്റോടാണ് ചെല്ലുന്നത്. തണ്ണിമത്തനിൽ നല്ല രീതിയിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. ജലാംശമുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ. അപ്പോൾ വാട്ടർമെലൺ കഴിക്കാം. ഇതൊക്കെ കാലറി കുറവുള്ള ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒന്നും നിങ്ങളുടെ ഡയറ്റിനെ അതൊന്നും ബാധിക്കത്തില്ല. അതുമല്ല, ഒരു തണ്ണിമത്തം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പീസായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് ഓടിക്കാനുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ. അതുമല്ല ഒത്തിരി അധികം വിലയൊന്നും വരില്ല. എന്നാലും കുറച്ച് ദിവസത്തേക്ക് ഓടിക്കാമല്ലോ. പിന്നെ ഓറഞ്ച് കഴിക്കാം. പക്ഷെ എൻ്റെ ഡയറ്റിൽ ഞാൻ അധികം ഓറഞ്ച് വാങ്ങിച്ചിട്ടില്ല. ഞാൻ കുറച്ച് മനസ്സിലാക്കി വന്നപ്പോഴാണ് ഓറഞ്ച് കഴിക്കാം. പിന്നെ പേരയ്ക്ക കഴിക്കാം. പേരയ്ക്കയിൽ ഓറഞ്ചിനേക്കാളും വിറ്റാമിൻ സി ഒരുപാട് കൂടുതലുള്ളത് പേരയ്ക്കയിലാന്ന് പറയുന്നേക്കാം. അതുകൊണ്ട് പേരയ്ക്കയും ഓറഞ്ചും കഴിക്കാം. ഇതൊക്കെ ഓരോന്നോരോന്ന് വെച്ച് കഴിച്ചാൽ മതി. എന്നുവെച്ചാൽ മിഡ് മീലിന് ഒരു സാധനം ഒരെണ്ണം വെച്ച്. ഇനി ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യുമല്ലോ, ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുന്നൊക്കെ ഉണ്ടെങ്കിൽ 70% ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. അതിനകത്ത് 70% ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് മധുരത്തിനേക്കാളും കൂടുതൽ ഒരു ചെറിയ ബിറ്റർനെസ് വരും. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കഴിക്കാൻ പറ്റും. എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് മറ്റൊന്നാന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബൈറ്റ് എടുക്കാം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലറി കൂടും. ആപ്പിൾ ചെറിയൊരു പീസ് എടുത്തിട്ട് കുറച്ച്
കുറച്ച് പീനട്ട് ബട്ടർ തേച്ചിട്ട് കഴിക്കാം. ഓവറായിട്ട് പീനട്ട് ബട്ടർ കഴിച്ചാലും അതൊരു ഷുഗർ കണ്ടന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, നിങ്ങളുടെ ഡയറ്റിനെ ആ രീതിയിലായിരിക്കും അഫക്ട് ചെയ്യുന്നത്. ഡേറ്റ്സ് യൂസ് ചെയ്യാം. ഈന്തപ്പഴം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ ഡയറ്റ് നോക്കിയ സമയത്ത് ഒരു ദിവസം മാക്സിമം 3 എണ്ണം അത്രയൊക്കെ നമുക്ക് ഡയറ്റിൽ ഡേറ്റ്സ് പറ്റുള്ളൂ. മാക്സിമം ഞാൻ 2 എണ്ണമൊക്കെ എടുക്കാറുള്ളൂ. 1-2 പീസ് ഡേറ്റ്സ് കഴിക്കാം. അതൊക്കെ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് മാറണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിച്ചിട്ട് വെള്ളം കുടിക്കാം. വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു റെസിപ്പി പറഞ്ഞുതരാം. ഇപ്പൊ ഈവനിങ് നിങ്ങൾ മറ്റേ സ്നാക്ക് അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ചേർക്കാം. ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം. വേറെ ഒന്നുമില്ല, ഒരു ആപ്പിൾ എടുക്കുക. അത് ഏത് രീതി നിങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷം തരുന്ന ഏത് രീതി വേണേൽ കട്ട് ചെയ്യുക. ഗാർണിഷിങ്ങിന് ഒരു പവർ ഉണ്ട്. നമ്മുടെ ഫുൾഫിൽമെന്റിന് നമുക്കൊരു വയറ് ഫില്ലായി എന്ന് തോന്നിക്കാൻ അത് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ട് ഗ്രീക്ക് യോഗർട്ട് എടുക്കുക. അൺഫ്ലേവർഡ് ആയിട്ടുള്ള ഞാൻ ഇവിടെ കാണിച്ചു തരാം. ആ ഗ്രീക്ക് യോഗർട്ട് ഏത് ബ്രാൻഡിനാലും കുഴപ്പമില്ല. ഒത്തിരി ഫ്ലേവർഡ് ആയിട്ടുള്ള ഗ്രീക്ക് യോഗർട്ട് കിട്ടും. അതിലും ഷുഗർ ഉണ്ട്, സ്ട്രോബെറി, അങ്ങനെ ഫ്ലേവർഡ് ആയിട്ടുള്ള ഒത്തിരി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അൺഫ്ലേവർഡ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യണം. മിൽക്കി മിസ്റ്റിനാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതാണ് ഞാൻ ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് അതിനാവശ്യം അത് മിക്സ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഗ്രീക്ക് യോഗർട്ട് എടുക്കുക. ചിയാ സീഡ് എടുക്കുക. ചിയാ സീഡ് വെള്ളത്തിൽ ഒരു 20 to 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക. വെറുതെ ഗാർണിഷ് ചെയ്യുന്ന പോലെ മറ്റേ കസ്കസ് ഒക്കെ ഇടുന്ന പോലെ വെറുതെ പെറുക്കി വാരി ഇടരുത്. കുറച്ച് പേർക്കൊക്കെ അങ്ങനത്തെ ടെൻഡൻസി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വയറിന് പ്രശ്നം വരും. അങ്ങനെ കഴിക്കരുത്. ചിയാ സീഡ് സോക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു സാധനം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഞാൻ എടുത്തു പറയുന്ന കാര്യം അതാണ്. കുറെ പേരൊക്കെ ഓരോ തെറ്റുകളൊക്കെ കാണിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ കാണാറില്ല യൂട്യൂബിൽ, ഡയറ്റ് ചെയ്തിട്ട് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, ജ്യൂസ് മാത്രം കുടിച്ച് ഡയറ്റ് ചെയ്തിട്ട് ഒരു കൊച്ചു മരിച്ചുപോയി അങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ചിയാ സീഡ് യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഓർക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജ് വെക്കാം. തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ, പനിയും ചുമയൊന്നും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ടോൺസിലൈറ്റിസ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ, മറ്റേ ഫ്രീസർ അതാക്കണ്ട, ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫീലാവും, വയറ് ഫീലാവും. എന്താ ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം കഴിച്ച്, മധുരമുള്ള സംഭവം കഴിച്ച ഫീൽ തന്നെ കിട്ടും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളിപ്പോൾ ആരെങ്കിലും ഡയറ്റ് എടുത്തോണ്ടിരിക്കേണ്ട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഞാനിത് ചെയ്യാറുള്ളതായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്. ഇതൊക്കെ എൻ്റെ ക്രേവിങ്സ് നല്ലപോലെ കുറച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് അത് വർക്ക് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് ഡയറ്റ് എടുക്കുമ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്നു, ഉള്ള പച്ചലയും പച്ചക്കറിയും ഒക്കെ തിന്നണം, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹെൽത്തി ആയിട്ട് പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അതല്ലാതെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും മധുരം കട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ വരില്ല, ബോറാണെന്നുള്ളൊരു തോന്നലും വരില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഡിന്നറിന് ഒരു ഓപ്ഷൻ പറഞ്ഞുതരാം. അത് ഞാൻ ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് ടൈമിലൊക്കെ എനിക്കത് മനസ്സിലായി. നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും റീൽസ് ഒക്കെ ഒത്തിരി ഡയറ്റ് റെസിപ്പീസ് ഒക്കെ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ഉടനെ ട്രൈ ചെയ്ത് നോക്കൂല. ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇത് എങ്ങനെ അങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ട്രൈ ചെയ്യുള്ളൂ. ഞാൻ ട്രൈ ചെയ്തൊരു സംഭവമാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ലോ കാലറി ആണ്. നിങ്ങൾ ഈ കഴിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് വണ്ണം കൂട്ടാനും ഉപയോഗിക്കും. ഇപ്പൊ ഓട്സ് കഴിക്കുന്നില്ലേ, ഓട്സ് വണ്ണം കൂട്ടാനും ഉപയോഗിക്കും, വണ്ണം കുറയ്ക്കാനും ഉപയോഗിക്കും. അപ്പൊ അതിന്റെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ആ ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിച്ചാൽ, അതുപോലെ തന്നെ അതിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ്, ഈ ഓട്സ് തന്നെ വെച്ചിട്ടുള്ള സ്മൂത്തി റെസിപ്പീസ് ഉണ്ട്. നട്ട്സും പാലും പഴവും മറ്റേ ബനാനയൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് അടിച്ചിട്ട് ഉള്ള സ്മൂത്തി ഉണ്ട്. ആ സ്മൂത്തി കുടിച്ചിട്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അപ്പം അതേ സാധനം തന്നെ നമ്മളിവിടെ ഓവർനൈറ്റ് ഓട്സ് റെസിപ്പി ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന കണ്ടുണ്ടാവുമല്ലോ, അത് വെയിറ്റ് ലോസിനാണ്. അപ്പൊ എന്ത് സാധനം കഴിക്കുമ്പോഴും അതിന്റെ ഒരു ലിമിറ്റ് അറിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോ ഇന്ന സാധനം ലോ കാലറി ആണെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി എടുത്ത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആ കാലറി കൂടത്തേ ഉള്ളൂ. എണ്ണം കൂടുമ്പോൾ കാലറിയും കൂടും. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ആ സംഭവം, ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് നമുക്ക് ലോ കാലറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇപ്പൊ അങ്ങനെയുള്ള സാധനമില്ലേ, മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗം സംഭവങ്ങളില്ല, അത് കഴിക്കുന്നത് കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഹെൽത്തി വൈസ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാരാണ് ഇത് ട്രൈ ചെയ്യുക. മധുരക്കിഴങ്ങിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഓക്കെയാണ്. ചിലവർക്ക് അത് ഇഷ്ടമില്ല. ഇവിടെ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല അതിന്റെ ടേസ്റ്റ്. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് അത് ഒരു 3-4 മീഡിയം കഷ്ണം അത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ, നമ്മളുടെ വയറങ്ങ് ഫില്ലാവും, പിന്നെ നമുക്ക് വിശക്കത്തില്ല. പോരാത്തിന് ഈ ഗ്യാസ് ട്രബിൾ ഇല്ലേ, അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ ഞാൻ റെഫർ ചെയ്യത്തില്ല. പക്ഷെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും നൈസ് ആയിരിക്കും. ഞാനത് എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ രാവിലെ കഴിച്ചുകൊണ്ടിരുന്നത് ഓവർനൈറ്റ് ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം ഓട്സ് സംഭവം എല്ലാം മിക്സ് ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അല്ലാതെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം ഉണ്ടല്ലോ നല്ല കിട്ടിയിലും ടേസ്റ്റിൽ സാധനം കിട്ടും. അപ്പൊ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് നല്ല ടേസ്റ്റ് ആട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഈ കമന്റ് ബോക്സിൽ വന്ന് പറയണം. പിന്നെ മാക്സിമം ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ നോക്കുക, ജ്യൂസ് അടിക്കാതെ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ നോക്കുക. ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോഴത്തേക്ക് അതിൽ ഷുഗർ കണ്ടന്റ് കൂടും. ഞാൻ ജ്യൂസ് അടിച്ച് അങ്ങനെ കുടിക്കാറില്ല, പഞ്ചസാര ഒന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിലും ഹോൾ ഫ്രൂട്ട് ആയിട്ട് കഴിക്കാൻ നോക്കുക. പിന്നെ ഞാൻ ChatGPT-യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പൊ ChatGPT എനിക്ക് പറഞ്ഞു തന്ന ഒരു ഐഡിയ എന്താന്ന് വെച്ചാൽ, അത് ഞാൻ ഒരു ട്രൈ നോക്കിയിട്ടില്ല. നൈറ്റിൽ ഈ ഡിന്നർ കഴിഞ്ഞിട്ട് വിശക്കുന്ന ടീംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലെന്താ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുക. മൗത്ത് ഭയങ്കര ക്ലീൻ ആവുമല്ലോ. ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ സ്വീറ്റിന് ക്രേവിങ്സ് തോന്നത്തില്ല, വിശക്കത്തില്ല എന്നാണ് ChatGPT പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതെനിക്ക് ChatGPT റെഫർ ചെയ്ത് തന്ന ഒരു ഐഡിയ ആണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഷുഗർ ക്രേവിങ്സ് വരാനുള്ള കാരണം, അത് ഓവർകം ചെയ്യാനുള്ള മെത്തേഡ്സും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആവശ്യമില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരോ ഡയറ്റ് എടുക്കാൻ പോകുന്നവരോ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇനിയും അങ്ങോട്ടേക്കുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നും കിട്ടത്തില്ല. മറ്റൊരു വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ. അപ്പോൾ ഡയറ്റ് റിലേറ്റഡ് ഉള്ള എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം, ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ട്സിന്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.